നമസ്കാരം. കോൺഗ്രസിൽ പുതിയ ചട്ടങ്ങൾ വരുന്നു. കോഴിക്കോട് നടന്ന ഉന്തും തള്ളും എന്ന വിവാദത്തെ സംബന്ധിച്ചാണ് വീണ്ടും കോൺഗ്രസ് ചട്ടം പുതുക്കുന്നത്. എന്നാൽ പുതിയ ചട്ടം മാർഗനിർദ്ദേശങ്ങളും കൊണ്ടുവരൽ കോൺഗ്രസിൽ ഇതാദ്യമായല്ല. കോൺഗ്രസിന്റെ പൊതുയോഗങ്ങൾ, ജാഥകൾ, സമരങ്ങൾ, നേതാക്കളുടെ വർത്തമാന സമ്മേളനങ്ങൾ എന്നിവയിൽ കർശനമായ പെരുമാറ്റച്ചട്ടം നടപ്പാക്കും. ഇവ ആൾക്കൂട്ടമായി മാറുന്ന സ്ഥിതി അവസാനിപ്പിക്കും. ക്ഷണിക്കപ്പെടുന്നവർ മാത്രമേ വേദിയിൽ ഉണ്ടാകാവൂ. നേതാക്കളെ മറയ്ക്കുന്ന തരത്തിൽ ജാഥകളുടെ മുന്നിൽ ഇടി അനുവദിക്കില്ല. കോഴിക്കോട് DCC ഓഫീസ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നടന്ന ഇടിയുടെ പശ്ചാത്തലത്തിൽ KPCC തയ്യാറാക്കിയ പുതിയ പെരുമാറ്റച്ചട്ടത്തിലെ നിർദ്ദേശമാണ് ഇതെന്ന് കരുതിയാൽ തെറ്റി. ഇത് 4 വർഷം മുമ്പ് 2021 സെപ്റ്റംബറിൽ തന്നെ KPCC പ്രഖ്യാപിച്ച മാർഗരേഖയിലെ നിർദ്ദേശമാണ്. പുതിയ മാർഗരേഖയുടെ വിവരം പുറത്തു വന്നു വൈകാതെ കോൺഗ്രസിനുള്ളിലെ ചർച്ച മറ്റൊന്നുമല്ല. മുമ്പത്തെ പെരുമാറ്റച്ചട്ടങ്ങളിലെയും മാർഗരേഖകളിലെയും നിർദ്ദേശങ്ങളിൽ പാതിയെങ്കിലും പാലിക്കപ്പെട്ടിരുന്നുവെങ്കിൽ സുധാകരൻ പ്രസിഡന്റായ ഘട്ടത്തിൽ പാർട്ടിയുടെ ചട്ടക്കൂട് ഭദ്രമാക്കാനുള്ള ആലോചന നടന്നു. പാർട്ടിയെ സെമി കേഡറാക്കുമെന്ന പ്രഖ്യാപനത്തിന്റെ ഭാഗമായി ചട്ടങ്ങളും തയ്യാറാക്കി. ഇതേ മാർഗരേഖയിലെ മറ്റൊരു നിർദ്ദേശം ഇതാണ്: ഒരാൾ ഒരു പദവി നിർബന്ധമായി നടപ്പാക്കും. KPCC പ്രസിഡന്റ് തന്നെ, പക്ഷേ ഇപ്പോഴും ലോക്സഭ അംഗം കൂടിയാണ്. ഫ്ലെക്സ് ബോർഡുകൾ വ്യക്തിഗതമായ പ്രചരണത്തിനു വേണ്ടി ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കും എന്നായിരുന്നു മുൻ മാർഗരേഖയിലെ മറ്റൊരു തീരുമാനം. എല്ലാ പാർട്ടി പരിപാടികൾക്കും ഗാന്ധിജിയുടെ ചിത്രം ഉപയോഗിക്കാനും തീരുമാനിച്ചു. നടപ്പിൽ വന്നപ്പോൾ സ്വന്തം ഫ്ലെക്സ് ബോർഡുകൾ കൂടി ഗാന്ധിജി കുറഞ്ഞു. കോൺഗ്രസ് വേദികളിൽ ചുരുങ്ങിയത് ഒരു വനിതയുടെയും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഒരാളുടെയും സാന്നിധ്യം ഉറപ്പാക്കും. ഓഫീസുകൾ പുരുഷ കേന്ദ്രീകൃതമാകുന്നത് അവസാനിപ്പിക്കും. പാർട്ടി ഭാരവാഹികളുടെ പ്രവർത്തനം 6 മാസം കൂടുമ്പോൾ വിലയിരുത്തി പ്രവർത്തിക്കാത്തവരെ മാറ്റും. മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും നേതാക്കളെ അവഹേളിക്കുന്നവർക്കെതിരെ നടപടി തുടങ്ങിയ സതുദ്ദേശീയ ചട്ടങ്ങളെയും വേറെയും ഉണ്ടായി. 4 വർഷമാകുമ്പോഴും ഇതൊന്നും പ്രാവർത്തികമായിട്ടില്ല. 12 വർഷമായ DCC ഭാരവാഹികളാണ് ജില്ലയിൽ തുടരുന്നത്. ഏറ്റവും ഒടുവിലായി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ചട്ടം കൃത്യമായി നടപ്പിലാക്കാൻ ദേശീയ നേതൃത്വത്തിനോ സംസ്ഥാന നേതൃത്വത്തിനോ സാധിച്ചിട്ടില്ല. അതുതന്നെയാണ് കോൺഗ്രസിലെ ഏറ്റവും വലിയ പോരായ്മയും.